ഇങ്ങനെയെന്ന് ഭദ്രൻ മാത്രം പിടിതരാതെ ഓടി രക്ഷപ്പെട്ടു. അവനെ കൂടെ കൊല്ലാൻ വേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. ജയിലിൽ നിന്ന് പോരാൻ സമ്മതിച്ചതും അതിനുവേണ്ടി മാത്രമായിരുന്നു. വത്സല, ക്ഷമിക്കണം. നിന്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയാം. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി ഞാൻ വെറുതെ സ്നേഹം ഭാവിച്ചെന്നേ ഉള്ളൂ. വിധി അനുവദിച്ചാൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് വീണ്ടും കാണാം. വട്ടെ. സാറേ, വലിയ മിടുക്കായി പോയി. ചുറ്റിനും പോലീസുകാരെ കാവൽ നിർത്തിക്കൊണ്ട് വേല ഇറക്കായിരുന്നല്ലേ? ഇങ്ങോട്ട് വേല ഇറക്കുമ്പോ അങ്ങോട്ടും വേല ഇറക്കില്ലേ? മോശമില്ലേ വിക്രമ? ശരി, എന്റെ മുറി ഏതാ? പഴയ മുറി തന്നെ. നേരെ ചെല്ല്. പോ. മോള് ധൈര്യം പറഞ്ഞെങ്കിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. സൗകര്യം കിട്ടിയ ഇങ്ങനെ ഒളിച്ചോടുന്ന ഒരാളിനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുമെന്നായിരിക്കും. എന്തായാലും അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ സംസാരിച്ചു നോക്കട്ടെ. ഞാനിനി എന്ത് ചെയ്യണമെന്ന് ഏമാൻ തന്നെ പറയൂ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാൻ കാരണമാണ് നിനക്കിങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് വീട്ടുകാരോട് പറഞ്ഞോ? ഇല്ല ഏമാനെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആളാരെന്ന് പറയാത്തോണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്. ശാരദ, ഒരു കാര്യം ചെയ്യ്. ഞാൻ കുറെ രൂപ തരാം. അത് കൊണ്ടുപോയി. എനിക്ക് രൂപ വേണ്ട ഏമാനെ, ഒരു ഭർത്താവിന് മതി. ഞാൻ നിന്നെ വിവാഹം ചെയ്യാനോ? അത് നടക്കില്ലെന്ന് എനിക്കറിയാം ഏമാനെ. എനിക്ക് പേരിനൊരു ഭർത്താവിന് തന്നാ മതി. ഏത് പുരുഷനായാലും ഞാൻ സ്വീകരിച്ചോളാം. താലി കച്ചവടം ചെയ്ത് ഞാൻ അയാൾക്കൂടെ ചെലവിന് കൊടുത്തോളാം. ശരി, എന്ത് ക്ലേശം സഹിക്കേണ്ടി വന്നാലും ഞാൻ ഒരാളെ കണ്ടുപിടിച്ച് നിന്റെ വിവാഹം നടത്തും. പക്ഷേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റേതാണെന്ന് മാത്രം ആരോടും പറയരുത്. ഇല്ലേ മോനെ, മരിക്കുന്നവരെ പറയുന്ന ആരോടും പറയാതെ ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തിയെടുക്കും. മിടുക്കനായിട്ട് വളർത്തിയെടുക്കും. ഒരു പാവപ്പെട്ട സ്ത്രീയോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ അനീതിയാണ് ഞാനന്ന് ചെയ്തത്. അതിനുശേഷം നിന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. ജയിൽ റെക്കോർഡ് പരിശോധിച്ചപ്പോഴാണ് നീ എന്റെ മകനാണെന്ന് മനസ്സിലായത്. ഈ രഹസ്യം നിന്നെ അറിയിക്കാതിരിക്കാനായിരുന്നു എന്റെ ശ്രമം. അറിയിക്കാനുള്ള ധൈര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈശ്വരൻ സമ്മതിച്ചില്ല. അപ്പോൾ മകനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. അതെ മോനെ, എന്നോട് ക്ഷമിക്കൂ. എന്റെ അമ്മ. അതൊന്നും ഇനി എന്നെ ഓർമ്മിപ്പിക്കരുത്. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ മുതൽ നീ പരിപൂർണ സ്വതന്ത്രനാണ്. നിന്നെ തടയാൻ ആരും ഇവിടെ ഉണ്ടാവില്ല. നിനക്ക് പോകണമെങ്കിൽ പോകാം. ഇനി ഞാൻ പോവില്ല. എനിക്കും അച്ഛനുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ഒന്ന് കാണാനും കഴിഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോ അച്ഛനെ അനുസരിക്കാൻ മകനൊരു മോഹം. പറയൂ, അച്ഛന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പറയൂ. മോനെ,
എന്താ ചെയ്യേണ്ടെന്ന് പറയൂ. കൊല്ലപ്പെട്ട നിന്റെ ജ്യേഷ്ഠൻ ജയമോഹനെയും നിന്നെയും കണ്ടാൽ ആരും തിരിച്ചറിയില്ല. അവനെ കൊല ചെയ്തവരെ പിടിക്കാൻ വേണ്ടി അവന് പകരം നീ സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് അഭിനയിക്കണം. അത് ഞാൻ വിഷമിക്കണ്ട. അതിനു വേണ്ട എല്ലാ പരിശീലനങ്ങളും ഞാൻ തരാം. ഡിയർ മുത്തച്ഛൻ, എല്ലാവരും ഞങ്ങളെ മറന്നോ? ഞങ്ങളുടെ കൂട്ടുകാരുടെയൊക്കെ അച്ഛനും അമ്മയും അവരെ കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾക്ക് ആരുമില്ലേ എന്ന് അവരൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് സങ്കടം വരും. ഞങ്ങൾക്ക് മമ്മയില്ലാത്തത് കൊണ്ടാണോ ഞങ്ങളെ ആരും തിരക്കാത്തത്? ഡാഡിയെ ഇങ്ങോട്ട് വിടാമെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഇതുവരെ വിട്ടില്ലല്ലോ. ഈ വരുന്ന 10-ാം തീയതി ഞങ്ങളുടെ സ്കൂൾ ഡേ ആണ്. അന്ന് ഡാഡിയും മുത്തശ്ശനും ആന്റിയും വരണം. ഞങ്ങൾ കാത്തിരിക്കും എന്ന് മുത്തശ്ശന്റെ ബാബു, മിനി. എന്താ ജോലി? പാറാവാണ് സാർ. പാറാവുകാരൻ പുറത്ത് കാവൽ നിൽക്കാനാണ് വേണ്ടത്. മേലാ സ്റ്റോളിട്ടകത്തിരിക്കരുത്. പോണം. ശരി സാർ. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു സാർ. സാരമില്ല, മനുഷ്യരല്ലേ, ഉറങ്ങിപ്പോവും. ഈ ബട്ടൺസ് ഒക്കെ ഇട. ഈ ഫയലുകളൊക്കെ എടുത്ത് അപ്പുറത്തോണ്ട് വയ്ക്കേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന ഫയൽ എന്നാ മതി. മേശപ്പുറം ക്ലീൻ ആൻഡ് നീറ്റ് ആയിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? ശരി സാർ. പോ. എന്താ? ഉരുളുപുട്ട് കണ്ടിട്ട് വരുന്ന വഴിക്ക് മിനിസ്റ്റർ ടി വിയിലൊന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ട്. മിനിസ്റ്ററുടെ വിസിറ്റോ? ഓ, ടി വിയിലല്ലേ? ഓ, വിസിറ്റ് ചെയ്തിട്ട് പോകട്ടെ.
അല്ല, അദ്ദേഹം അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ. അപ്പോ പോലീസ് ബന്ദോബസ്തിന്റെ കാര്യം? ആഹാരം കഴിക്കുന്നിടത്ത് എന്തിനാണോ പോലീസ് ബന്ദോബസ്ത്? അവര് കഴിക്കുന്നത് എന്താണെന്ന് പൊതുജനം അറിയരുതല്ലോ. എന്നാ അവര് കഴിക്കുന്ന എന്താണെന്ന് പോലീസുകാരും അറിയണ്ട. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നുമില്ലേ? എങ്കിൽ പൊയ്ക്കോ. സാരമില്ല, അന്നത്തെ ആക്സിഡന്റിന് ശേഷം ലേശം ഒരു കുഴപ്പമുണ്ട്. അത് കാര്യമാക്കാനില്ല, പെട്ടെന്ന് മാറിക്കൊള്ളൂന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഹലോ. നോ നോ നോ, റോങ് നമ്പർ. ആരാ അത്? ഏതൊരു ലയൺ സി മേനോനാണെന്ന്. സി ജയമോഹൻ അന്വേഷിക്കുന്നു. നിന്റെ പേരിപ്പോ ജയമോഹൻ എന്നല്ലേ? അക്കാര്യം ഞാൻ വിട്ടുപോയി. മേലാൻ ശ്രദ്ധിക്കാം. ഇനി മറ്റൊരു കാര്യം, ഞാൻ കടന്നു വരുമ്പോ എഴുന്നേക്കണം. അതെന്തിന്? മേലുദ്യോഗസ്ഥന്മാർ കടന്നു വരുമ്പോ എഴുന്നേക്കുക എന്നുള്ളത് ഒരു ഔദ്യോഗിക മര്യാദയാണ്. അപ്പോ ഫോണും കൊണ്ട് എഴുന്നേക്കണ്ടേ? കീഴുദ്യോഗസ്ഥന്മാർ ഫോൺ ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഒന്നും മേലുദ്യോഗസ്ഥന്മാർ കടന്നു വന്നുകൂടാ. അതൊരു ഔദ്യോഗിക മര്യാദയാ. ശരി, വരൂ. ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇവിടെ എത്രയുള്ള പണി? വാ പറയട്ടെ. ജയമോഹൻ, സിറ്റിയിൽ ഒരു റൗണ്ട് പോയിട്ട് വരൂ. അതെന്തിനാ? നിങ്ങളിപ്പോ സ്പെഷ്യൽ ഡ്യൂട്ടിയിലല്ലേ? ഓ, അത് ഞാൻ മറന്നു. ഇപ്പൊ തന്നെ വേഗം. തലയ്ക്കുള്ള മുറിവല്ലേ, ഓർമ്മപ്പശ സംഭവിക്കാം. ഓർമ്മപ്പശയാണെങ്കിൽ സാരമില്ല, മറ്റവനാണെങ്കിൽ കുഴഞ്ഞത് തന്നെ. തോക്കല്ലയോ തൂക്കിയിട്ടിരിക്കുന്നത്, എടുത്ത് പെരുമാറാൻ തോന്നിയാൽ പിള്ളാര് വെള്ളത്തിലായത് തന്നെ. ഭഗവാനെ, ഗുരുവായൂരപ്പ. രണ്ടെണ്ണം വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഉണ്ടാവിടെ. ആണമാകുന്നോ മേലിമോന്നോ എന്റെ കൈകൾ നിന്നെ മൂടുമ്പോ. നീ വന്നേ. ഞാനോ? ഇറങ്ങി വേണ. എന്താ ഇവിടെ ഇരിക്കുന്നത്? ചുമ്മാ ചുമ്മാ ഇവിടാണ് ഇരിക്കുന്നത്. എന്താണ് നിന്റെ വായില്? എന്താ ഇവിടെ ഇരുന്നൂടെ? നീ വന്നേ. സാറേതാ? കോർപ്പറേഷൻ ചെയർമാന്റെ മകനാ. അത് ശരി. തന്ത കോർപ്പറേഷൻ ചെയർമാൻ, മകൻ കമ്പിക്കളി. മേലെ ഇവിടുന്ന് പെമ്പിളാരെ പഞ്ചായത്ത് അടിക്കുന്നുണ്ടാൽ ഇടിച്ചാൽ കൂമ്പളിക്കളെ. പോ. ഇരിക്കിരിക്കെ. മിസ് മേനൻ എപ്പോ വന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നുടനെ വത്സല കാപ്പി തന്നു. ഒന്നാം തരം കാപ്പി. അല്ല, ജയ മിസ് മേനനെ ഓർമ്മിക്കുന്നില്ലേ? പിന്നെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ജയമോഹൻ ചാർജ് എടുത്തു എന്നറിഞ്ഞു. എങ്കിലൊന്ന് അഭിനന്ദിക്കാമെന്ന് കരുതി. ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ അല്ല, ആക്സിഡന്റ്? ആക്സിഡന്റോ? ഓ, ആക്സിഡന്റ്. അതൊക്കെ കഴിഞ്ഞില്ലേ? വിവരം അറിഞ്ഞ് ഞാൻ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും മദ്രാസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിരുന്നു. അവിടെ കൊണ്ടുപോയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വാസ്തവം. എല്ലാം ദൈവാധീനം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ജയ, മരുന്ന് കഴിക്കേണ്ട സമയമായി. ആക്സിഡന്റിന് ശേഷം മിസ്റ്റർ ജയമോഹൻ എന്തെങ്കിലും? ഓർമ്മ ശരിയല്ല. പഴയ കാര്യങ്ങൾ പലതും പറഞ്ഞാലേ ഓർമ്മിക്കും. ഒരു മാസം കൂടെ മരുന്ന് കഴിക്കുമ്പോ എല്ലാം ശരിയാവും. മരണത്തിൽ നല്ലേ തിരിച്ചു കൊണ്ടുവന്നത്. ഏതായാലും അതൊരു ഭയങ്കര സംഭവമായി പോയി. ആ ലോറി ആരുടേതാണെന്ന് വല്ല പിടിയും കിട്ടിയോ? ഒരു പിടിയുമില്ല. എന്തായാലും കൊല്ലണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടുകൂടി ചെയ്തതാണ്. ആയിരിക്കണമല്ലോ. മിസ്റ്റർ ജയമോഹൻ ഇവിടെ ശത്രുക്കളായി ആരൊക്കെയാ ഉള്ളത്? അതിപ്പോ എങ്ങനെയാ അറിയുന്നത്? ആരായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളത് തീർച്ചയാണ്.
അല്ലെങ്കിൽ പിന്നെ ഈ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ എന്താ അർത്ഥം? യു ആർ കറക്റ്റ്. ആ എന്നാ ഇറങ്ങട്ടെ. പിന്നെ എന്റെ സഹായം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഡോണ്ട് ഹെസിറ്റേറ്റ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ. മോളെ വത്സലേ, കഴിഞ്ഞ വർഷം 90 വയസ്സായ ഒരു കിളവിയെ ബലാത്സംഗം ചെയ്ത ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. അവൻ പുഷ്പം പോലെ ഇറങ്ങിപ്പോയി. പിന്നെ ആ 9 വയസ്സായ കൊച്ചു സാറ് ധൈര്യമായിട്ടിരിക്കും. ഇയാളാരാ? നമ്മുടെ സ്ഥലം MLA അദ്ദേഹത്തിന്റെ സ്വന്തം അളിയനാ. അളിയൻ എന്തിനാ ഇവിടെ വന്നു? അറസ്റ്റ് ചെയ്തുകൊണ്ട് നിർത്തിയിരിക്കുക. ആ ബലാത്സംഗ കേസിലെ പ്രതിയാ. ഓ, ആ 9 വയസ്സുള്ള പെൺകുട്ടിയെ. ഓ തരുവൻ. ഓഹോ, നീ ആയിരുന്നു അല്ലേടാ? നീ ഒന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. സാർ, എന്താണോ? MLA-യുടെ അളിയന് ബലാത്സംഗം ചെയ്യാൻ ലൈസൻസ് ഉണ്ടോ? അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നാൽ ലോക്കപ്പ് ആയിരിക്കാൻ നിയമമുണ്ടോ? ഇല്ല സാർ. പിന്നെ ഒരു കൈപ്പഴ പറ്റിപ്പോയതാ സാർ. നമസ്കാരം. നിന്നെ ലോക്കപ്പ് ചെയ്തു? ഒരുപാട് തല്ലുകയും ചെയ്തു. ഇടോ, അയലകത്തുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറയൂ. പറയാം. സാർ, 2-3 നേതാക്കന്മാര് വന്ന് നിൽക്കുന്നു. MLA-യുടെ ആൾക്കാരാ. MLA ഉണ്ടോ? ഇല്ല സാർ. ബലാത്സംഗക്കാരന് വേണ്ടി വന്നതായിരിക്കും. വരാൻ പറ. സാർ, പിന്നെ അകത്തോട്ട് ചെന്നാട്ടെ. ആരാ? മനസ്സിലായില്ലല്ലോ. രാഷ്ട്രീയ പ്രവർത്തകരാണ്. സ്ഥലം MLA പറഞ്ഞിട്ട് വന്നതാണ്. വിശേഷിച്ച് എന്താണോ? ഇവർക്ക് ഇരിക്കാൻ വേണ്ട, നേതാക്കന്മാർക്കൊന്നും ഇരിക്കാൻ സമയം കാണത്തില്ല. കൊണ്ടുപോകണം. ഞങ്ങളൊക്കെ സാധാരണ ഇവിടെ വന്നാൽ ഇരിക്കാൻ കസേര തരാറുള്ളതാണ്. അത് നിർത്തി. നേതാക്കന്മാർ ഇരുന്നിരുന്ന് ആ കസേരയൊക്കെ ഒടിഞ്ഞുപോയി. വന്ന കാര്യം പറയണം. MLA-യുടെ അളിയനെ ഇവിടെ കൊണ്ടുവന്ന് മർദ്ദിച്ച ശേഷം ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇറക്കിക്കൊണ്ട് ചെല്ലാൻ അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാണ്. അങ്ങനെ അങ്ങോട്ട് ഇറക്കിക്കൊണ്ടുപോവാൻ അവനെ പൂട്ടിയിട്ടിരിക്കുന്നത് MLA-യുടെ തറവാട്ടിലൊന്നുമല്ല. അവൻ 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു. കുട്ടി ആശുപത്രിയിലാണ്. അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന് നല്ല ഇടിയും കൊടുത്ത് ലോക്കപ്പ് ചെയ്തിരിക്കുകയാണ്. കേസ് ചാർജ് ചെയ്ത ശേഷം കോടതിയിൽ നിന്ന് ജാമ്യത്തെ ഇറക്കി കൊണ്ടുപോയാൽ മതി. പോണം. MLA-ക്ക് വരാൻ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെ വിട്ടത്. ചിലപ്പോൾ പോലീസ് മന്ത്രി ഉടനെ വിളിച്ചെന്നിരിക്കും. വിളിക്കട്ടെ, ഞാനിപ്പോ പറയേണ്ട വിധത്തിൽ പറഞ്ഞോളാം. നിങ്ങളെപ്പോലുള്ള ധിക്കാരികളായ ഉദ്യോഗസ്ഥന്മാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ല. അതിന്റെ കുഴപ്പം ഇതൊക്കെ. വെറുതെ കല്ലേ കടിച്ച് പല്ല് കളയല്ലേ സാറേ. ഞങ്ങളെ ഭരണകക്ഷി MLA-യുടെ ആളുകളാ. ഓ, ഭരണകക്ഷിയുടെ ആളുകളാണോ? പ്രതിപക്ഷ MLA-യുടെ ആളുകളാണെന്നാണ് ഞാൻ കരുതിയത്. ഐ എം സോറി. പറഞ്ഞോ. തുറക്ക. നിങ്ങൾ ഭരണകക്ഷിയുടെ ആളുകളാണെന്നല്ലേ പറഞ്ഞത്? അതെ. ഭരണകക്ഷിയുടെ ലോക്കപ്പ് എങ്ങനെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ മതി. കേറ്. ഞാനിവിടുത്തെ മണ്ഡലം പ്രസിഡന്റാണ്. എന്റെ മണ്ഡലം ഭരിച്ച് പോലീസിനെ കയറി ഭരിക്കാൻ വന്നിരിക്കുന്നു. സാർ. ഞാൻ പറയാൻ ഇവന്മാർക്ക് പച്ചവെള്ളം കൊടുത്തു വരുന്നത്. ശരി സാർ. ആ